തനിക്കെതിരായി ഉയർന്നുവന്ന വിൻസിയുടെ പരാതി ഗൂഢാലോചനയെന്ന ഷൈൻ ടോം ചാക്കോയുടെ മൊഴി. ഷൈൻ പലതവണ മയക്കുമരുന്ന് ഉപയോഗിച്ചതായി എഫ്ഐആർ. കേസിൽ 2 പ്രതികൾ. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ. ഷൈനെതിരെ ലഹരി ഉപയോഗത്തിന് പോലീസ് കേസെടുത്തു. അമൽ ചേരുകയാണ്. അമലിൽ നടക്കാനുള്ളത് ഇത്തരത്തിലുള്ള അർച്ചനായി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ, പോലീസിന്റെ നടപടിക്രമങ്ങൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന നടപടിക്രമം അതിലേക്കായിരിക്കുമോ കടക്കുക? നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ടുള്ള അന്വേഷണത്തിൽ സമഗ്രമായിട്ടുള്ള നീക്കവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വൈദ്യപരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് സ്റ്റേഷനിൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. കൃത്യമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു ഇത്തരത്തിലൊരു കേസിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളതായിരുന്നു. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റിലേക്ക് നയിച്ചത് ഏറെ നിർണായകമായിട്ടുള്ളത് ഈ ഫോൺ കോളുകളടക്കമുള്ള കാര്യങ്ങളായിരുന്നു. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണം അടക്കമായിരുന്നു പോലീസ് ഈ ഒരു കേസിൽ നടത്തിയിട്ടുണ്ടായിരുന്നെന്നാണ്. പ്രധാനമായും എന്തിനായിരുന്നു ഷൈൻ ഇത്തരത്തിൽ പോലീസിനെ കണ്ടൊരു ഘട്ടത്തിൽ ഓടിപ്പോയത് എന്നൊരു കാര്യം കൂടി വലിയൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് പോലീസ് ഇത്തരത്തിൽ സമഗ്രമായ നീക്കങ്ങൾ, തെളിവ് ശേഖരണം അടക്കമുള്ള ഘട്ടത്തിലേക്ക് നീങ്ങി. കൃത്യമായിട്ടുള്ള തെളിവുകൾ ഷൈനെതിരെ ശേഖരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയത്. അർച്ചന ചേരുകയാണ്. അർച്ചന സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണമാണ് പോലീസ് ഈ കേസിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നിന്നുള്ള നടപടിക്രമങ്ങൾ അതെങ്ങനെയാണ് അർച്ചന? അതിനായിപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട FIR ആണ്. ഈ FIRൽ പ്രധാനമായും പറയുന്നത് ഷൈൻ പലതവണ മയക്കുമരുന്ന് ഉപയോഗിച്ചതായി ഈ FIRൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഗൂഢാലോചന കുറ്റവും ചുമത്തിയെന്നത് നേരത്തെ തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. ഇതുകൂടാതെ മുറിയെടുത്ത് കൂട്ടുകാരനുമൊത്ത് മുറിയെടുത്തത്, അതായത് അന്ന് ഡാൻസ് ഓഫ് സംഘം എത്തിയ അവിടെ മുറിയെടുത്തത് കൂട്ടുകാരനുമൊത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കാനാണെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ഗൂഢാലോചന നടത്തി തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ FIRൽ പറയുന്നത്. കേസിൽ 2 പ്രതികളാണുള്ളത്. അതിലൊന്ന് അന്ന് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കൂടിക്കൂട്ടിയ സുഹൃത്ത് അഹമ്മദ് മുർഷാദും പ്രതിയാണ്. ഇവർക്കെതിരെയും ഇത്തരത്തിൽ സമാനമായ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും പ്രധാനമായും ഇത്തരത്തിൽ മുറിയെടുത്തത് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തന്നെയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസ് എടുത്തിരിക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇപ്പോൾ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടി കൂടുതൽ പുറത്തു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനമായും നടി നൽകിയ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി നൽകിയ പരാതി കെട്ടിച്ചമച്ചതാണ്. അത്തരത്തിൽ ഒരു ഗൂഢാലോചനയാണ് പരാതിക്ക് പിന്നിലുള്ളതെന്നാണ് പോലീസിന്റെ മൊഴി നൽകിയിരിക്കുന്നത്. തന്റെ സിനിമയും തകർക്കാൻ, തന്റെ സിനിമാ ജീവിതം തകർക്കാനാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചതെന്നാണ് ഇത് സംബന്ധിച്ച് നടൻ ഷൈൻ ടോം ചാക്കോ പറയുന്നത്. സെറ്റിൽ താൻ മോശമായി പെരുമാറിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ മൊഴിയിൽ പറയുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ മൊഴിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് മറ്റ് ലഹരി ഇടപാടുകാരുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട് എന്ന കാര്യങ്ങളടക്കം ഈ മൊഴിയിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും സജീറുമായുള്ള ബന്ധമാണ്. ആദ്യഘട്ടത്തിൽ അത് നിഷേധിച്ചെങ്കിലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ചോദിച്ചപ്പോൾ അത് സമ്മതിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ആലപ്പുഴയിൽ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ തസ്ലീമയെ അറിയാമെന്ന കാര്യം കൂടി വെളിപ്പെടുത്തുകയുണ്ടായി. ഇത്തരത്തിലുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ, മൊഴിയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഇനി ശേഖരിക്കേണ്ടതുണ്ട്. അതാണ് പോലീസിന്റെ അവിടുത്തെ ദൗത്യം എന്ന് പറയുന്നത്. ഇന്നെന്തായാലും പ്രധാനമായി ഇപ്പോൾ നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയാകുകയാണ്. ഇന്ന് തന്നെ ജാമ്യത്തിൽ വിടാനുള്ള സാധ്യതയുണ്ട്. അതിന് 2 ആൾജാമ്യം നിന്നതിന് ശേഷം മറ്റ് നടപടിക്രമങ്ങൾ, അതായത് സ്റ്റേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നോർത്ത് പോലീസ് സ്റ്റേഷൻ ഷൈൻ ടോം ചാക്കോയെ വിട്ടയക്കും. എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്യാനായി ഷൈൻ ടോം ചാക്കോ വീണ്ടും ഇത്തരത്തിൽ സ്റ്റേഷനിലേക്ക് എത്തേണ്ടി വരും. അതിൽ പ്രധാനമായും ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ തന്നെയാണ്. ഇനി എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക. അതിന് ഈ സജീറിനെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകളും മറ്റ് ലഹരി സംഘങ്ങളുമായുള്ള ഷൈൻ ടോം ചാക്കോയുടെ ബന്ധം തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് ഇനി പരിശോധിക്കുക. ഇതുകൂടാതെ തന്നെ ഈ ഒരു വിഷയത്തിൽ വേണമെന്നുള്ളതാണ്. അതായത് ഈ ഷൈൻ ടോം ചാക്കോ പലതവണ ആവർത്തിക്കുന്നു. അതായത് മൊഴിയുടെ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് വിൻസിയുടെ പരാതി ഗൂഢാലോചന എന്നാണ് ഷൈൻ ടോം ചാക്കോ മൊഴി നൽകിയിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഈ FIRലെ പരാമർശങ്ങൾ അത് ഗുരുതരമാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഇത്തരത്തിൽ പലതവണ ഷൈൻ മയക്കുമരുന്ന് ഉപയോഗിച്ചതായി FIRൽ പറയുന്നുണ്ട്. ഗൂഢാലോചന കുറ്റമടക്കം ചുമത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അർച്ചന, തീർച്ചയായും ആതിര, ഈ ഷൈൻ ടോം ചാക്കോ നേരത്തെയും ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആളാണ്. കൃത്യമായ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ പശ്ചാത്തലമുണ്ട്. ഇതെല്ലാം തന്നെ മുന്നിൽ കണ്ട് തന്നെയാണ് പോലീസ് കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തത്. ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യൽ കൃത്യമായി ആ കുരുക്കിലേക്ക് ഷൈൻ ടോം ചാക്കോ വീഴുകയും ചെയ്തിട്ടുണ്ട്. ഇഴകീറി പരിശോധിച്ച തെളിവുകളാണ് പോലീസ് ഇത് സംബന്ധിച്ച് എത്തിക്കുകയും ചെയ്തത്. ഇതിൻ്റെ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഒടുവിൽ പുറത്തു വരുന്നത് ഇങ്ങനെയാണ്. അതായത് ഷൈൻ ടോം ചാക്കോ പലപ്പോഴായി ലഹരി ഉപയോഗിക്കാറുണ്ട്. അന്ന് മുറിയെടുത്തതും
സുഹൃത്തുമായി ലഹരി ഉപയോഗിക്കാൻ തന്നെയാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തന്നെയാണ്. ഇത്തരത്തിൽ നിരോധിത ഉൽപ്പന്നങ്ങൾ, ലഹരി ഉൽപ്പന്നങ്ങൾ ഷൈൻ ടോം ചാക്കോ തുടർച്ചയായി ഉപയോഗിക്കുകയും ഇത്തരത്തിൽ ഈ ലഹരി മുക്ത ചികിത്സ അടക്കം തേടിയ ഒരാൾ കൂടിയാണ്. അങ്ങനെ സിനിമാ സെറ്റുകളിലും ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അങ്ങനെ പല കേസുകളിലും പ്രതിയായ പല പരാതികളും ഷൈൻ ടോം ചാക്കോക്കെതിരെയും പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഈ ഹോട്ടൽ മുറിയിൽ നിന്നും ഡാൻസ് ഓഫ് സംഘം പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഷൈൻ ടോം ചാക്കോ അവിടെ നിന്നും ഇറങ്ങി ഓടുകയും ആ ഇറങ്ങി ഓടിയതിൽ ഗൂഢാലോചനയുണ്ട് അല്ലെങ്കിൽ ദുരൂഹതയുണ്ട് എന്ന് മനസ്സിലായ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുകയും ചെയ്തത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേസ്, അതായത് 2 വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഷൈൻ ടോം ചാക്കോയെ വിടും. എന്നാൽ ഇവിടെ കഴിയുന്നില്ല. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, കൂടുതൽ കുറ്റങ്ങൾ ചുമത്താനുള്ള സാധ്യത കൂടി ഈ കേസിലുണ്ട്. അത് പ്രധാനമായും സജീറുമായുള്ള സാമ്പത്തിക ഇടപാടുകളും ഒപ്പം മറ്റ് ലഹരി സംഘങ്ങളുമായുള്ള ഷൈൻ ടോം ചാക്കോയുടെ ബന്ധവുമാണ്. അത് കൂടുതൽ പരിശോധിക്കാനാണ് ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതിനായി കൂടുതൽ ചോദ്യം ചെയ്യാൻ എന്തായാലും ഷൈൻ ടോം ചാക്കോയെ വിളിപ്പിച്ചേക്കും. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഈ തെളിവ് ശേഖരിക്കുക, ഈ സജീറുമായുള്ള ബന്ധം സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ്. ഏതായാലും കഴിഞ്ഞ 1 മാസ കാലയളവിൽ ഷൈൻ ടോം ചാക്കോയുടെ എല്ലാ പ്രവർത്തികളും പോലീസ് നിരീക്ഷിക്കുകയാണ്. അതിനിടെയാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് സെറ്റിൽ മോശമായി പെരുമാറി എന്ന പരാതിയെല്ലാം തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉയർന്നു വരികയും ചെയ്യുന്നത്. മാത്രമല്ല 2015 കൊക്കൈൻ കേസുമായി ഈ ഷൈൻ ടോം ചാക്കോ പ്രതിയാണ്. അതിനുശേഷം വീണ്ടും അത്തരത്തിലൊരു ലഹരി കേസിൽ തന്നെയാണ് പ്രധാനം. കാരണം 2015 ഇത്തരത്തിൽ സമാനമായ ഒരു കേസ് ഉണ്ടാകുന്നു, അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു നിയമത്തിന്റെ ഒക്കെ തന്നെ സാധ്യതകളൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ഈ ഒരു സമാനമായിട്ടുള്ള കുറ്റകൃത്യം വീണ്ടും അത് നടത്തുകയാണ്. അപ്പോൾ യാതൊരു വിധത്തിലുമുള്ള ഭയമില്ലാതെ ഇത് വീണ്ടും ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അത് എത്രത്തോളം വലിയ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടം കൂടിയാണ്. അർച്ചന, തീർച്ചയായും അതിൽ ഭയമില്ല എന്ന് മാത്രമല്ല, മറ്റ് പോലീസുകാരെയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷിക്കുന്ന ആളുകളെയെല്ലാം തന്നെ പരിഹസിച്ച രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തികൾ ഇൻസ്റ്റഗ്രാമിലടക്കം ഇത്തരത്തിൽ പോസ്റ്റുകൾ പങ്കുവെക്കുന്നതെല്ലാം നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇതുകൂടാതെ തന്നെ വേട്ടയാടുകയാണ് അല്ലെങ്കിൽ തൻ്റെ മകനെ വേട്ടയാടുകയാണ് എന്നാണ് കുടുംബം അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്തത്. എന്നാൽ കൃത്യമായി ലഹരി ഉപയോഗിക്കുന്നയാളാണ് ഷൈൻ ടോം ചാക്കോ എന്ന കാര്യത്തിൽ സംശയമില്ല. അതിപ്പോൾ വീണ്ടും തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പോലീസ്. ഇതുകൂടാതെ തന്നെ മറ്റ് ലഹരി ഇടപാടുകാരുമായി ഷൈൻ ടോം ചാക്കോക്ക് ബന്ധമുണ്ട്, സാമ്പത്തിക ഇടപാടുകളുമുണ്ട് എന്നതുകൂടി ഇപ്പോൾ വ്യക്തമാവുകയാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ടും ഇത് തുടരുന്നതാണ് ഷൈൻ ടോം ചാക്കോയുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. പൊതുസമൂഹത്തിന് ഒട്ടും യോജിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുക എന്നതാണ് ഷൈൻ ടോം ചാക്കോയുടെ ഈ രീതി എന്ന് പറയുന്നത്. മാത്രമല്ല കൂടുതൽ ജനങ്ങളെ ഇത്തരത്തിൽ പരിഹസിക്കുകയും ഈ പോലീസുകാരെയൊക്കെ പരിഹസിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും എന്ന് പറയുന്നത്. ഇതുകൂടാതെ ആദ്യഘട്ടത്തിലെല്ലാം നിഷേധിക്കുകയാണ് ഇത്തരത്തിൽ ചെയ്തത്. താൻ തെറ്റ് ചെയ്തിട്ടില്ല, താൻ ലഹരി ഉപയോഗിക്കാറില്ല എന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഷൈൻ ടോം ചാക്കോ പോലീസിനോട് പറയുകയും ചെയ്തു. അത്തരത്തിൽ മൊഴിയിലുണ്ടായ വൈരുദ്ധ്യമാണ് ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോയെ കുരുക്കിയത്. മാത്രമല്ല പോലീസിന്റെ കയ്യിൽ ഇതിനെല്ലാം തന്നെ തക്കതായ തെളിവുകളും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോ കൂടുതൽ കുരുക്കിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഷൈൻ ടോം ചാക്കോയുടെ കുരുക്ക് മുറുക തന്നെയാണ്. കാരണം ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കാനാണ് സാധ്യത. കാരണം ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ഷൈൻ ടോം ചാക്കോ മൊഴിയിൽ പറയുന്നുണ്ട്. അതായത് മറ്റ് ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന കാര്യങ്ങൾ ഈ മൊഴിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ ശേഖരിക്കുക, അത്തരം തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് പോലീസിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അതെന്തായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തായാലും ഇനിയും മുന്നോട്ട് പോകും. അത്തരം വിവരങ്ങൾ കൂടി ശേഖരിക്കുകയായിരിക്കും ചെയ്യുക. ഇതുകൂടാതെ കഴിഞ്ഞ ഈ കാലയളവിൽ ഷൈൻ ടോം ചാക്കോ നടത്തിയ സാമ്പത്തിക ഇടപാടുകളും ഒപ്പം ആരൊക്കെയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ മൊബൈൽ സംഭാഷണങ്ങൾ അതെല്ലാം തന്നെ പോലീസ് നേരത്തെ തന്നെ പരിശോധിച്ചതാണ്. ഇനിയും അത്തരം കാര്യങ്ങൾ പോലീസ് വ്യക്തമായി പരിശോധിക്കും. കാരണം ഇത്തരത്തിലൊരു ലഹരി ഉപയോഗിക്കുന്നതിൻ്റെയും ലഹരി ഇടപാട് നടത്തുന്നതിൻ്റെയും എല്ലാം പശ്ചാത്തലം ഷൈൻ ടോം ചാക്കോയ്ക്കുള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വ്യക്തമായി പരിശോധിക്കാൻ പോലീസ് ഒരുങ്ങുകയാണ്. ഇതുകൂടാതെ തന്നെ സിനിമാ സെറ്റിൽ ഇത്തരത്തിൽ സിനിമാ പ്രവർത്തകരാണ് ലഹരി നൽകുന്നതെന്ന കാര്യം കൂടി ഷൈൻ ടോം ചാക്കോ മൊഴിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കും. സിനിമാ മേഖലയിലും ഇത്തരത്തിൽ ലഹരി ഉപയോഗമുണ്ടോ എന്ന കാര്യം സംബന്ധിച്ച് പോലീസ് വിശദമായി പരിശോധിക്കും. ഇതുകൂടാതെ തന്നെ മറ്റു ആളുകളിലേക്കും ഈ അന്വേഷണം നീങ്ങാനുള്ള ഒരു സാധ്യത കൂടിയാണ്. അതായത് കൂടുതൽ ആളുകളുടെ പേരുകൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിലേക്കെല്ലാം തന്നെ ഈ അന്വേഷണം നീങ്ങും. ആർക്കൊക്കെയാണ് ഇങ്ങനെ ലഹരി എത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇടപാട് നടത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഇത് സംബന്ധിച്ച് പരിശോധിക്കും. ഇതുകൂടാതെ തന്നെ അന്ന് ലഹരി ഉപയോഗിച്ചു എന്ന് ഷൈൻ ടോം ചാക്കോ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ കൂടി ഈ കേസിൽ നിർണായകമാകും. അങ്ങനെ
അങ്ങനെ പഴുതടച്ച അന്വേഷണം അത് തന്നെയാണ് പോലീസ് തുടക്കഘട്ടത്തിൽ മുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഇനി എന്തായാലും പ്രധാനമായും കൂടുതൽ വിവരങ്ങൾ തെളിവുകൾ ശേഖരിച്ച് കൂടുതൽ ഈ തരത്തിൽ വകുപ്പുകൾ ചുമത്തണമോ എന്ന കാര്യത്തിലായിരിക്കും പോലീസ് തീരുമാനമുണ്ടാക്കുക. അതിന് ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടി ആലോചിക്കും. നിലവിൽ എന്തായാലും എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ജാമ്യ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.